ഹലോ, അപ്പോൾ നമ്മൾ DMSലത്തെ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പാർട്ടിൽ കുറച്ച് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് കുറച്ച് ട്യൂട്ടോറിയലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അത് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പാർട്ടിലെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, Q ഇൻ്റർസെക്ഷൻ നെഗേഷൻ R ഇംപ്ലൈസ് P. അതിനിട്ട് വാലിഡിറ്റി ചെക്ക് ചെയ്യാനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ടോട്ടോളജിയാണ് ചെക്ക് ചെയ്യണം. ടോട്ടോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ ട്രൂത്ത് വാല്യൂസും 1 വന്നു കഴിഞ്ഞാൽ അത് ടോട്ടോളജി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അത് വാലിഡ് ആണെന്ന് പറയും ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 വേരിയബിൾസ് വരുന്നുണ്ട്, P, Q, R. അപ്പോൾ അത് വെച്ചിട്ട് അതിന് കോമ്പിനേഷൻസ് എഴുതി 0 0 0 0 0 1 അങ്ങനെ അതിൻ്റെ 8 കോമ്പിനേഷൻസ് നമ്മൾ എഴുതി. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ നെഗേഷൻ R വേണം നമുക്ക്. അപ്പോൾ നെഗേഷൻ Rൻ്റെ എഴുതി. പിന്നെ നെഗേഷൻ R ഇംപ്ലൈസ് P. നെഗേഷൻ Rഉം Pയും എന്ത് ചെയ്യുക, ഇംപ്ലൈസ് P ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടും? അതിൽ 1 0 വരുമ്പോൾ മാത്രമാണ് 0 വരുള്ളൂ, ബാക്കിയുള്ള കണ്ടീഷനും 1 ആയിരിക്കും. ഓക്കെ, നെഗേഷൻ അറിയാലോ, ഇവിടെ 0 ആണെങ്കിൽ 1 ആണെങ്കിൽ 0, അങ്ങനെ ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ വേണ്ടത് എന്താ? Q ഇൻ്റർസെക്ഷൻ നെഗേഷൻ R ഇംപ്ലൈസ് P അല്ലേ. അതായത് ഇതും തമ്മിൽ എന്ത് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതിൽ 1 1 വരുന്ന സ്ഥലത്ത് മാത്രമാണ് ആൻസർ 1 വരുള്ളൂ, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ടോട്ടോളജി അല്ല, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് അല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അത് ടോട്ടോളജി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇത് ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നെഗേഷൻ ഓഫ് P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് നെഗേഷൻ Q. അപ്പോൾ അത് നമ്മൾ Pൻ്റെയും Qൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ Pൻ്റെയും Qൻ്റെയും കോമ്പിനേഷൻ ആദ്യം എഴുതി, അതായത് P ഇംപ്ലൈസ് Q എഴുതി, പിന്നെ നെഗേഷൻ Q എഴുതി, പിന്നെ നെഗേഷൻ ഓഫ് P ഇംപ്ലൈസ് Q എന്ന് എഴുതി. പിന്നെ അവസാനം ഇത് ലാസ്റ്റ് നെഗേഷൻ ഓഫ് P ഇംപ്ലൈസ് Q ഇംപ്ലൈസ് നെഗേഷൻ Q എന്ന് എഴുതി. അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും? ഇത് ടോട്ടോളജി ആണ് കിട്ടും. 1 1 1 എന്നല്ല വരുന്നത് അവസാനം, അപ്പോൾ ടോട്ടോളജി ആണ് കിട്ടും. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്, അതാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 1 1 1 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ടോട്ടോളജി ആണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഗേറ്റ് ആൻഡ് സിംപ്ലിഫൈ. അതായത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം നെഗേഷൻ ചെയ്യണം, അതിന് ശേഷം അത് സിംപ്ലിഫൈ ചെയ്യണം. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? P യൂണിയൻ Q ഇംപ്ലൈസ് R. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മൊത്തം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നെഗേഷൻ ചെയ്യുക. നെഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗേഷൻ ഓഫ് ഉള്ളിൽ നെഗേഷൻ കൊടുത്തപ്പോൾ നെഗേഷൻ ഓഫ് P യൂണിയൻ Q ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് P ഇംപ്ലൈസ് Q എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് നെഗേഷൻ P യൂണിയൻ Q എന്ന് എഴുതാം. ഓക്കെ, അതാണ് ഇവിടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നെഗേഷൻ ഓൾറെഡി പുറത്തുണ്ട്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗേഷൻ ഓഫ് Pക്ക് പകരം ഇവിടെ P യൂണിയൻ Q ആണ്, യൂണിയൻ R യൂണിയൻ Qയുടെ പകരം യൂണിയൻ R ആണുള്ളത്, പിന്നെ യൂണിയൻ R എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ നെഗേഷൻ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പാസ് ചെയ്യാം. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? നെഗേഷൻ P യൂണിയൻ Q. ഈ യൂണിയൻ ഉള്ളത് നെഗേഷൻ ചെയ്യുമ്പോൾ ഇൻ്റർസെക്ഷൻ ആവും. ഓക്കെ, പിന്നെ ആറിന് നമ്മൾ നെഗേഷൻ കൊടുത്തു, നെഗേഷൻ R. ഇനി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? P യൂണിയൻ Q ഇൻ്റർസെക്ഷൻ നെഗേഷൻ R എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം തന്നെ നെഗേഷൻ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ P യൂണിയൻ Q, P ഇൻ്റർസെക്ഷൻ Q യൂണിയൻ R ഇൻ്റർസെക്ഷൻ നെഗേഷൻ P യൂണിയൻ നെഗേഷൻ Q യൂണിയൻ R. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പുറത്തൊരു നെഗേഷൻ കൊടുത്തു. ഓക്കെ, ഇത് മൊത്തം നെഗേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തൊരു നെഗേഷൻ കൊടുത്തു, ബ്രാക്കറ്റ് ഇട്ടു. ഇനി എന്ത് ചെയ്യുക? ഓരോന്നും നമ്മൾ നെഗേഷൻ കൊടുക്കാം. അപ്പോൾ നെഗേഷൻ Pക്ക് നെഗേഷൻ കൊടുത്താൽ നെഗേഷൻ P, ഇൻ്റർസെക്ഷൻ നെഗേഷൻ കൊടുത്താൽ യൂണിയൻ ആയി. ഇനി Q യൂണിയൻ Rന് നെഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മൾ പുറത്തൊരു നെഗേഷൻ ഇട്ട് കൊടുത്തു. ഇൻ്റർസെക്ഷൻ ഉള്ളത് യൂണിയൻ ആയി. ഇവിടെ നെഗേഷൻ ഓഫ് നെഗേഷൻ P ഇൻ്റർസെക്ഷൻ നെഗേഷൻ ഓഫ് നെഗേഷൻ Q ഇൻ്റർസെക്ഷൻ നെഗേഷൻ ഓഫ് R. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നെഗേഷൻ P യൂണിയൻ, ഇവിടെ നെഗേഷൻ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നെഗേഷൻ Q എന്ന് വരും, ഇൻ്റർസെക്ഷൻ നെഗേഷൻ R എന്ന് വരും. പിന്നെ യൂണിയൻ നെഗേഷൻ ഓഫ് നെഗേഷൻ P എന്ന് പറയുന്നത് P തന്നെയാണ്, നെഗേഷൻ ഓഫ് നെഗേഷൻ Q എന്ന് പറയുന്നത് Q ആണ്. ഇൻ്റർസെക്ഷൻ നെഗേഷൻ R എന്ന് കിട്ടും.
ഇനി അടുത്തത് നെഗേഷൻ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ. അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതും ജസ്റ്റ് ഒന്ന് ഞാൻ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്താൽ, അതായത് നെഗേഷൻ പി നമുക്ക് ഇവിടെ നെഗേഷൻ പി ഉണ്ട്, ഇവിടെ പി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അതായത് നെഗേഷൻ പിയും ഒരുമിച്ച് വരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗേഷൻ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ. ഈ നെഗേഷൻ പി നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ആ നെഗേഷൻ പി ഇവിടെ യൂണിയൻ, എല്ലായിടത്തും യൂണിയൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഇവിടെ യൂണിയനാണ്, ഇവിടെ യൂണിയനാണ്, എല്ലായിടത്തും യൂണിയൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗേഷൻ പി ആഡ് ചെയ്തത്. അപ്പോൾ നെഗേഷൻ പി യൂണിയൻ പി ഇൻ്റർസെക്ഷൻ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ. ഇനി ആ നെഗേഷൻ പിയും യൂണിയൻ ഈ ബ്രാക്കറ്റ് തുറക്കുക, ഈ രണ്ടാമത്തെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് തുറക്കുക. അപ്പോൾ നെഗേഷൻ പി യൂണിയൻ പി എന്ന് കിട്ടും, ഇൻ്റർസെക്ഷൻ നെഗേഷൻ പി ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ എന്ന് കിട്ടും. അതായത് ഇങ്ങനെയും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഈ ആദ്യം പി ആയിട്ട് പിന്നെ ഈ ഒരു ടേം ആയിട്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്ക് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, അതുകൊണ്ടാണ് T0 എന്ന് എഴുതുന്നത്. അത് ജസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി, T0 എന്ന് എഴുതിയാൽ മതി. പിന്നെ നെഗേഷൻ പി യൂണിയൻ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ. അടുത്തെന്ത് ചെയ്ത് ഈ ബ്രാക്കറ്റ്, അതായത് ഇതാണ് നമുക്ക് ഉള്ള ടേംസ് അല്ലേ. ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ നെഗേഷൻ പി ഉണ്ടല്ലോ, അതായത് ഇവിടെ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ ഉണ്ട്, ഇവിടെ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ. രണ്ട് സ്ഥലത്ത് നമുക്ക് ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ ഉണ്ട്. അല്ല, ഒരു സ്ഥലത്ത് നമുക്ക് ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആറും മറ്റൊരു സ്ഥലത്ത് നെഗേഷൻ ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ നെഗേഷൻ പി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് നമുക്ക് കോമൺ ആയിട്ട് ഏതാണുള്ളത്? നെഗേഷൻ ആറാണുള്ളത്. അപ്പോൾ നെഗേഷൻ ക്യൂ യൂണിയൻ ക്യൂ ഇവിടെ എഴുതി, ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആറാണ് രണ്ട് ടേമിലും കോമൺ, അത് പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഈ നെഗേഷൻ പി യൂണിയൻ ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ പിയുടെ കേസ് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് T0 എന്ന് എഴുതാം, പിന്നെ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ആർ. ഓക്കെ, ഈ സംഭവത്തിന് നമ്മൾ പിന്നെയും എന്ത് ചെയ്തു, ബ്രാക്കറ്റ് അല്ല, ഇവിടെ നെഗേഷൻ പി എന്ന് വരും, യൂണിയൻ വരും, ഇവിടെ ഒന്നുമില്ല, ഇവിടെ നെഗേഷൻ ആർ വരും. അപ്പോൾ രണ്ട് സ്ഥലത്ത് നെഗേഷൻ കോമൺ ആണ്, അപ്പോൾ നെഗേഷൻ പുറത്തേക്ക് എടുത്തു, അപ്പോൾ പി ഇൻ്റർസെക്ഷൻ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഈക്വലൻസ് ചെക്ക് ചെയ്യാനാണ്. അതായത് ഈ രണ്ട് ടേംസും ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പി ഇൻ്റർസെക്ഷൻ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ക്യൂ, പി യൂണിയൻ ക്യൂ ഇംപ്ലൈസ് പി ഇൻ്റർസെക്ഷൻ ക്യൂ. അപ്പോൾ എങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, ആദ്യം പിയും ക്യൂയുടെ കോമ്പിനേഷൻ എഴുതുക, നെഗേഷൻ ക്യൂ വേണം, പി യൂണിയൻ നെഗേഷൻ ക്യൂ വേണം, അവസാനം മൊത്തം ടേം വേണം, അത് കണ്ടുപിടിക്കുക. പിന്നെ പി യൂണിയൻ ക്യൂ ഇംപ്ലൈസ് പി ഇൻ്റർസെക്ഷൻ